വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് നല്ല വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഈസി ടേസ്റ്റോട് കൂടിയ ചിക്കൻ ബിരിയാണി, നല്ല കുക്കർ ചിക്കൻ ബിരിയാണി കേട്ടോ, കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി 4 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ കഴുകി കുതിരാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനിപ്പോൾ മസാല വെക്കാം അല്ലേ. അപ്പോൾ നല്ലോണം മസാല ഇടിക്കട്ടെ അല്ലേ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മളെ വീട്ടിൽ പൊടിച്ചതാണ്. കുരുമുളകും നമ്മളെ വീട്ടിലുണ്ടായത് പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 കപ്പോളം തൈര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചിക്കനുമൊക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ചിക്കനും അത് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഒരു 3-4 മണിക്കൂറോളം ഇത് സെറ്റാവാൻ സമയം കിട്ടുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ സെറ്റായി കിട്ടണമെങ്കിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്നാലും ഒരു ചിക്കനും ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായുള്ളൂ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുക്കർ വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ ഒരു വലിയ ടീസ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ അതും കൂടെ ചേർത്ത് നന്നായി ചൂടാക്കാം. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ഇടണം. അപ്പോൾ 2 തക്കോലം, 6 ഗ്രാമ്പു, 6 ഏലക്കായ, 3-4 കഷ്ണം കറുവപ്പട്ട, 1 കറുകല. ഉണങ്ങിയ കറുകല നമ്മളെ മസാലക്കൂട്ടിലുണ്ടാവുമല്ലോ, അത് 2 ഇട്ട് കൊടുത്താലും നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ല ചെറുതീലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടാൽ ആകെ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റേ പോകും ബിരിയാണിയുടെ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബോള ഒരു പകുതി വേവുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് വഴറ്റി കിട്ടും നമുക്ക്. അപ്പോൾ സബോള നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. കണ്ട ഈ കളറായാലേ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ തന്നെ അതിലേക്ക് ഒരു 5-6 പച്ചമുളകും കൂടെ കീറി ഇട്ടാം. ചിലർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കൂടെ പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യത്തിന് 3-4 നമ്മൾ ചീന്തി അതിൽ ഇട്ടാൽ മതി. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിതിൽ ചിക്കൻ മസാലയുടെ പൊടിയോ അതുപോലെ തന്നെ മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കണില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടുതലാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ല വഴഞ്ഞു വന്നാൽ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ഫ്രീസറിൽ ഇരുന്നിട്ടുണ്ട്. നല്ല ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വലിയ പീസാക്കി എടുക്കരുത് കേട്ടോ. ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായി ചെറിയ പീസാക്കി എടുക്കണം, എന്നാലേ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുള്ളൂ. വലിയതാണെങ്കിൽ ചിക്കനൊക്കെ ഉള്ളിൽ മസാല പിടിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. 4 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നല്ല കുതിർന്ന് നല്ല അരി, നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല കുതിർത്തിട്ട് വേണം എടുക്കാൻ. ഒരു 15 മിനിറ്റോളം കുതിർത്തിട്ടുണ്ട്. അപ്പോൾ ആ അരി നമുക്ക് കുക്കറിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫുൾ ഇളക്കണ്ട, മുകൾ ഭാഗം ഒന്ന് തടവി കൊടുക്കാം, എന്നിട്ട് മൂടി വയ്ക്കാം. കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തീ കുറച്ചിടാനേ പാടില്ല. കാരണം തീ കൂട്ടിയിട്ട് തന്നെ അതൊരു വിസിൽ വരെ കേട്ടോ. കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒറ്റ വിസിലോട് കൂടി നമ്മൾ തീ ഓഫാക്കി വെക്കണം കേട്ടോ. തീ കൂട്ടിയിട്ടാണ് വേവിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്ക് അത് മെയിനാണല്ലോ. ചിലർ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കില്ല, പക്ഷെ ഞങ്ങൾ ഇടാറുണ്ട്. അതൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിസിലിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വേവാണ്ട് നല്ല മണി പോലെ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി, സൂപ്പർ ഈസി കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ദമ്മുണ്ടാക്കണ പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്